സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്ന സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറി. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനാകില്ലെന്ന വിധിക്ക് എതിരായ പുനഃപരിശോധനാ ഹർജിയാണ് കോടതിക്ക് മുന്നിലുള്ളത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ പിന്മാറ്റത്തിന് പിന്നിൽ എന്താണ് എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിശദീകരിക്കുന്നുണ്ടോ? ഗോകുൽ, ഈ അഞ്ചംഗ ബെഞ്ചിൽ നിന്നുള്ള പിന്മാറ്റം, അതിന്റെ കാരണം സഞ്ജീവ് ഖന്ന വ്യക്തമാക്കുന്നില്ല. ഇന്ന് ഈ ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു ഇത് ചേംബറിൽ പരിഗണിക്കാനിരുന്നത്. അതിനിടയിലാണ് താൻ ഈ ബെഞ്ചിൽ നിന്ന് പിന്മാറുന്നു എന്ന് സഞ്ജീവ് ഖന്ന അറിയിച്ചത്. തുടർന്ന് ബെഞ്ചിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. നിലവിൽ ഇനി പുതിയ ബെഞ്ച് രൂപീകരിച്ച ശേഷമായിരിക്കും ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുക. കാരണം ഈ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനാവില്ലെന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയത്. ഇതൊരു തുറന്ന കോടതിയിൽ കേൾക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അത് ഈ ചേംബറിൽ പരിഗണിക്കാമെന്നുള്ളതായിരുന്നു കോടതിയും അറിയിച്ചത്. അങ്ങനെ ഇന്ന് 1:30 ഇത് പരിഗണിക്കാനിരിക്കെയാണ് ഈ അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറിയത്. ഗോകുൽ, ശരി. സ്വവർഗ വിവാഹം അത് നിയമവിധേയമാക്കാനാകില്ല എന്ന വിധിക്കെതിരായ ഹർജിയാണ് ഇന്ന് കോടതിക്ക് മുന്നിലെത്തിയത്. ഏതായാലും ഇനി പുതിയ ബെഞ്ച് രൂപീകരിച്ച ശേഷമായിരിക്കും ആ ഹർജി പരിഗണിക്കുക.